അമ്മു ചന്ദ്രേട്ടാ, വൈകിക്കണ്ട. വാ മോളെ. കം. മോളെ അമ്മു, കണ്ടോളൻസസ് മോളെ, കണ്ടോളൻസസ്. ചേ കരയല്ലേ മോളെ, ഒക്കെ ഓരോരോ ദൈവഹിതം. അങ്ങനെ വിചാരിക്കുന്നു നമ്മൾ. കഷ്ടം. കേട്ടോ മോളെ, ഇന്നലെ കാലത്തും രണ്ടുപേരും ചെന്ന് ജീവനോടെ കണ്ടതായിരുന്നു വിക്ടറങ്കിൾ. സാറിനെയും മോളുടെ അമ്മച്ചിയെയും. എന്തിന്? ഇന്നലെ കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് തമ്മിൽ പിരിയുമ്പോഴും എന്നോട് പറയായിരുന്നു സാറ്, വിക്ടറെ, ആരും ഒരു കമ്പനി ഇല്ലാതെ ഒറ്റക്കിരുന്ന് മടുത്തടോ. നേരമുണ്ടെങ്കിൽ നീ ഒരുത്തനെങ്കിലും വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങ്. ടിവിയിൽ മോളുടെ പ്രോഗ്രാം ഒരുമിച്ചിരുന്ന് കാണാം, എന്നിട്ട് ഒരുമിച്ചിരുന്ന് ഒരു ഡ്രിങ്ക് കഴിക്കാന്നൊക്കെ. പക്ഷെ ഉടയമ്പരം അനുവദിച്ചില്ല മോളെ. അതെങ്ങനെ? നരകം പിടിക്കാനായിട്ട് അന്നേരം തന്നെ ഇവിടെ ഒരു ഒടുക്കത്തെ കോൾ ത്രൂ ചെയ്ത് തന്നിട്ട് സംഭവം നടക്കുന്ന കൃത്യസമയത്ത് അബുദാബിയിൽ ഒരു മീറ്റിംഗ് ചെന്ന് മാട്ടിപ്പോയി മോളെ അങ്കിള്. ആ നേരത്ത് അങ്കിൾ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു മോളെ, സംഭവിക്കില്ലായിരുന്നു. വിക്ടർ പ്ലീസ്, ഷീ ഹാസ് ടു ഗോ. അതേ, അമ്മു മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെ വന്നതാ വിക്ടറും. കമോൺ ബെറ്റി, മാഡത്തിന് റിസീവ് ചെയ്യും. യൂസഫ്, ആ കുട്ടിയുടെ പെട്ടിമ്പ്രമാണോട് തന്റെ കാറി കയറ്റി. അങ്കിള് കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, കയറിക്കോ. പോവാ. എന്താ പോണോ നിനക്ക്? വേണ്ടി ചായ, അമ്മ നമ്മുടെ കൂടെ പോന്നോളൂ. അയ്യടി, അമ്മു ഞങ്ങളുടെ കൂടെ തന്നെ പോന്നോളും. പുല്ല്. അതെ, ഞാൻ ഒരുത്തരം കണ്ടിട്ടില്ല, ഒരു പുല്ലനെ കണ്ടിട്ടില്ല. സ്വാമിനാഥൻ സാറിന്റെ കൂടെ ചൊറിഞ്ഞും പറഞ്ഞും പറ്റിക്കൂടി നിന്നിട്ടൊടുക്കം കൊലയോടെ വലിപ്പിച്ചോണ്ട് പോയ ഒരുപാട് പേരുണ്ട് ദുബായില്.